Hello students, നമ്മൾ ഇനിയും നമ്മുടെ 5th മൊഡ്യൂളിലുള്ള ഒരു പോർഷനാണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഇത് വളരെ സിമ്പിൾ ആണ് പഠിക്കാൻ. ഇത് ജസ്റ്റ് സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഏറ്റവും നല്ല എക്സാമ്പിൾ നമ്മൾ ഒരു ടേബിളിലേക്ക് ഒരു ജസ്റ്റ് ഒരു സ്റ്റീലിന്റെ ഒരു സ്കെയിൽ എടുത്തിട്ട് ജസ്റ്റ് നമ്മളിങ്ങനെ തട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം സ്റ്റീലിന്റെ തട്ടിക്കഴിഞ്ഞാൽ കാണാം നമുക്ക് ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ. പിന്നെ ജസ്റ്റ് ഈ സ്റ്റീൽ ഇങ്ങോട്ട് മൂവ് ചെയ്യും, ഇങ്ങോട്ട് മൂവ് ചെയ്യും, ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതൊരു സിമ്പിൾ ഹാർമോണിക് മോഷനാണ്. ഇത് കുറേ സ്ഥലങ്ങളിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഏറ്റവും നല്ല എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ നിങ്ങളുടെ മെക്കാനിക്കലിന്റെ ഇത് നോക്കുകയാണെങ്കിൽ നിങ്ങൾ പിസ്റ്റൺ മൂവ് ചെയ്യുന്നത് ഈ പരസ്യങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടാവും. പിസ്റ്റൺ മൂവ് ചെയ്യുന്നത് ഒരു സിമ്പിൾ ഹാർമോണിക് മോഷനാണ്. ഈ ക്രാങ്കിന്റെ ഷാഫ്റ്റ് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഇതിനകത്ത് പിസ്റ്റൺ ഇങ്ങനെ ഉണ്ട്. അപ്പൊ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സിമ്പിൾ ഹാർമോണിക് മോഷനിലായിട്ടായിരിക്കും പോകുന്നത്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മൂവ് ചെയ്യുന്ന ആ മോഷനാണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയുന്നത്. പക്ഷെ ഇങ്ങനെ പോകും. അപ്പോൾ ഇത് വിത്ത് റെസ്പെക്ട് സപ്പോസ് ഇവിടെ ഒരു സെൻട്രൽ പോയിന്റ് ഉണ്ടെങ്കിൽ ആ സെൻട്രൽ പോയിന്റിന്റെ ഇങ്ങോട്ടും ഒരു എക്സ് ഡിസ്റ്റൻസ് ആണെങ്കിൽ ഇങ്ങോട്ടും ഒരു എക്സ് ഡിസ്റ്റൻസിൽ തന്നെയായിരിക്കും അത് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നത്. സ്ട്രെയിറ്റ് ലൈനിലായിരിക്കും ഇത് മൂവ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ചെറിയ ഡെഫിനേഷൻ ഒക്കെ ഉണ്ട്. സിമ്പിൾ ഹാർമോണിക് മോഷൻ ഇസ് എ പീരിയോഡിക് മോഷൻ. എനി മോഷൻ വിച്ച് റിപ്പീറ്റ്സ് ആഫ്റ്റർ ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം ഈസ് കോൾഡ് എ പീരിയോഡിക് മോഷൻ. അപ്പൊ പേര് പറയുന്ന പോലെ പീരിയോഡിക് മോഷൻ തന്നെ എനി മോഷൻ വിച്ച് റിപ്പീറ്റ്സ് ആഫ്റ്റർ ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം. ഒരു ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈമിൽ ഇങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് വരുന്നു, ഇങ്ങോട്ട് പോകുന്നു. അങ്ങനെയുള്ള മോഷനാണ് പീരിയോഡിക് മോഷൻ. അപ്പൊ അതിനകത്ത് വരുന്നതാണ് ഈ സിമ്പിൾ ഹാർമോണിക് മോഷൻ എല്ലാം. അതിന്റെ ഏറ്റവും നല്ല എക്സാമ്പിൾ നമ്മുടെ വണ്ടിയുടെ ഒക്കെ പിസ്റ്റൺ സിലിണ്ടറിനകത്ത് മൂവ് ചെയ്യുന്നത് ഈ ഒരു മോഷനിലാണ്. ഓക്കെ, ഇവിടെ കുറച്ച് തിയറി ഒക്കെ ഉണ്ട്. ആ തിയറി വെച്ചിട്ട് കുറച്ച് ഇക്വേഷൻസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് കൺസിഡർ ചെയ്യുന്നത്. ഇത് വളരെ സിമ്പിൾ ആയിട്ടൊരു ഫിഗർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഫിഗറിൽ പറഞ്ഞേക്കുന്ന പോലെ തന്നെ ഈ ഫിഗർ എന്തിനാന്ന് പറഞ്ഞാൽ നമുക്ക് ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്ന ഫിഗർ ആണ് ഇതൊക്കെ. അപ്പൊ ഇതിനകത്ത് പിന്നെ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഓർത്താണ്, അതും കൂടെ ഞാൻ പറഞ്ഞിട്ട് തുടങ്ങാം. ഇവിടെ രണ്ട് പോയിന്റ്സും കൂടെ ഉണ്ട്. ഇവിടെ തന്നെ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫോർ പീരിയോഡിക് motion to be simple harmonic motion, the acceleration of the body or particle performing the periodic motion should be proportional to the distance of the body or the particle from a fixed point called center of simple harmonic motion. അത് ഇത്രയേ ഉള്ളൂ. ഇപ്പം ഞാൻ പറഞ്ഞു ഒരു സ്റ്റീല് ഞാനിങ്ങനെ നമ്മുടെ സ്റ്റീലിന്റെ ഒരു സ്കെയിൽ വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇങ്ങനെ ഒരു ഡെസ്ക് സ്കെയിൽ ഇങ്ങനെ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. ഒരു ഡെസ്ക് സ്കെയിൽ ഒരാൾ വന്നിട്ട് നമ്മളൊരു തട്ട് കൊടുക്കുന്നു. അപ്പൊ നിങ്ങൾക്കറിയാം ഇത് ഇങ്ങോട്ട് മൂവ് ആവും, ഇങ്ങോട്ടും ഇങ്ങനെ സ്റ്റീല് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. സ്റ്റീല് അങ്ങോട്ടും ഇങ്ങോട്ടും വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ആകുമ്പോൾ അതിന്റെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് proportional to the distance of the body or a particle from a fixed point called center of harmonic motion. എന്ന് പറഞ്ഞാല് ഇതിന്റെ ഒരു സെന്റർ ഉണ്ട്. സെന്റർ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇവിടെ നിന്നാണ് ഇങ്ങോട്ടൊരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസിലേക്കും ഇങ്ങോട്ടൊരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ്. ഇപ്പൊ 1 സെന്റിമീറ്റർ ഇങ്ങോട്ട് പോകുന്നെങ്കിൽ ഇങ്ങോട്ട് 1 സെന്റിമീറ്റർ തന്നെയായിരിക്കും. അപ്പൊ അതിന്റെ ഡിസ്റ്റൻസിന് പ്രപ്പോർഷണൽ ആയിട്ടായിരിക്കും. അപ്പൊ ഇങ്ങോട്ട് പോകുന്തോറും ആക്സിലറേഷൻ കൂടും, ഇങ്ങോട്ട് പോകുന്നതോറും ആക്സിലറേഷൻ കൂടും. അത്രേ ഉള്ളൂ. ഇതിന് പ്രപ്പോർഷൻ ആയിട്ടായിരിക്കും പോകുന്നത്. fixed point called center of simple harmonic motion. അപ്പൊ ഇതാണ് എന്റെ സെന്റർ ഓഫ് മോഷൻ. ഇല്ല, ഇതിനെ മീൻ പൊസിഷൻ എന്ന് പറയും. നമ്മുടെ ഈ പൊസിഷനെ തന്നെയാണ് മീൻ പൊസിഷൻ ഓഫ് ദി ബോഡി എന്നും പറയുന്നത്. അതേപോലെ തന്നെ ഇപ്പത്തെ ഞാൻ പറഞ്ഞേക്ക ഈ എക്സ്ട്രീം ഇവിടം വരെയാണ് ഇത് പോകുന്നതെങ്കിൽ ഇതിനെയാണ് എക്സ്ട്രീം പൊസിഷൻ എന്ന് പറയുന്നത്. ഇതിനെ മീൻ പൊസിഷൻ എന്ന് പറയും, ഇതിനെ എക്സ്ട്രീം പൊസിഷൻ എന്ന് പറയും. ഇപ്പൊ രണ്ട് പൊസിഷനുകളാണ് നമ്മുടെ സിമ്പിൾ ഹാർമോണിക് മോഷനിൽ ഉള്ളത്. പിന്നെ അടുത്തൊരു കണ്ടീഷനും കൂടെ ഉണ്ട്. ആക്സിലറേഷൻ ഓഫ് ദി ബോഡി ഷുഡ് ഓൾവേസ് ബി ഡയറക്റ്റഡ് ടുവേർഡ്സ് ദി മീൻ പൊസിഷൻ. നമുക്കറിയാം ഇത് എങ്ങനെയൊക്കെ ഇതിപ്പം നമ്മൾ ചെയ്താലും ഇതിന്റെ ലാസ്റ്റ് ഫൈനൽ പൊസിഷൻ എങ്ങോട്ട് തന്നെയായിരിക്കും? ഈ മീൻ പൊസിഷനിൽ വന്ന് ഇക്വിലിബ്രിയത്തിലാവാനായിരിക്കും ഇത് ശ്രമിക്കുന്നത്.
അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോയി ലാസ്റ്റ് ഇവിടെ തന്നെ റെസ്റ്റ് ചെയ്യാനായിരിക്കും. അപ്പൊ ആക്സലറേഷൻ എപ്പോഴും ടുവേർഡ്സ് ഈ മീൻ പൊസിഷനിലേക്കായിരിക്കും അത് വരുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ഡെറിവേഷനും കാര്യങ്ങളൊക്കെ നോക്കാം. കൺസിഡർ എ പാർട്ടിക്കിൾ മൂവിങ് അലോങ് ദി സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ of radius r with a uniform angular velocity gamma radian per second. അപ്പോൾ ഇവര് പറഞ്ഞിരിക്കുകയാണ് ഒരു പാർട്ടിക്കിൾ ഇങ്ങനെ ഈ റേഡിയസിൽ കൂടി ഇങ്ങനെ മൂവ് ചെയ്യുന്നതായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാം. വിത്ത് റെസ്പെക്ട് ടു ഈ പൊസിഷൻ O വിത്ത് റെസ്പെക്ട് ടു ആണ് ഇങ്ങനെ മൂവ് ചെയ്യുന്നതായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ലെറ്റ് P be the position of the particle after t seconds from the start of the motion from position A. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് പൊസിഷൻ ഒരു ടി സെക്കൻഡ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിന്റെ കൂടെ പോകുന്നത് ഇങ്ങനെയാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ സർക്കിളിന്റെ. അങ്ങനെ ഈ പിയിലെത്തിയപ്പോഴത്തേക്കും ടി സമയം കഴിഞ്ഞപ്പോൾ എന്ന് പി വരെ എത്തി. അതാണ് ഈ ഫിഗറിൽ പറഞ്ഞിരിക്കുന്നത്. അതിനെ നമ്മൾ എന്ത് ചെയ്തു, താഴേക്ക് ഒന്ന് പ്രൊജക്ട് ചെയ്തു. അപ്പൊ താഴേക്ക് പ്രൊജക്ട് ചെയ്തിട്ട് ഈ ഹൊറിസോണ്ടൽ ഡയമീറ്റർ ഉണ്ടല്ലോ എ ബിയിലപ്പോൾ അതിന്റെ ഒരു പ്രൊജക്ഷൻ എം എന്നും കിട്ടി. അതേപോലെ തന്നെ ഇങ്ങോട്ട് പ്രൊജക്ട് ചെയ്തപ്പോൾ സി ഡി എന്ന് പറയുന്ന ഹൊറിസോണ്ടൽ ഡയമീറ്ററിൽ എം ഡാഷും കിട്ടി. അങ്ങനെ രണ്ട് പൊസിഷൻ കിട്ടിയിട്ടുണ്ട്. ഇതെന്തിനാന്ന് പറഞ്ഞാൽ ഡെറിവേഷന് വേണ്ടിയാണ് കേട്ടോ, അല്ലാതെ വേറെ കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ അങ്ങനെ കിട്ടിയിരിക്കുകയാണ്. അപ്പൊ ലാസ്റ്റ് പറഞ്ഞിട്ട് എം ഇസ് ദി പ്രൊജക്ഷൻ ഓഫ് ദി പാർട്ടിക്കിൾ ഓൺ ദി ഹൊറിസോണ്ടൽ ഡയമീറ്റർ എ ബി. വെൻ ദി പാർട്ടിക്കിൾ മൂവ്സ് അലോങ് ദി ആർക്ക് എ സി ബി, ഈ ആർക്കിൽ കൂടെ തന്നെ ഇങ്ങനെ മൂവ് ചെയ്തു പോവാണ്. അങ്ങനെയാണെങ്കിൽ ദി പോയിന്റ് എം മൂവ്സ് ഫ്രം എ ടു ബി. ഇതിങ്ങനെ മൂവ് ചെയ്ത് പിയിലെത്തിയപ്പോൾ അതിന്റെ പ്രൊജക്ഷൻ എമ്മിൽ കിട്ടി. ഇത് കുറച്ചുകൂടെ കഴിഞ്ഞ് വേറൊരു സമയമാകുമ്പോൾ ഇവിടെ എത്തും. അപ്പൊ അതിന്റെ പ്രൊജക്ഷനും നമുക്ക് ഈ താഴത്തെ ഹൊറിസോണ്ടലിൽ കിട്ടും. അപ്പൊ ഇങ്ങനെ ഇത് മൂവ് ചെയ്യുമ്പോൾ ഇവിടെ ഇങ്ങനെ ഓരോ പൊസിഷൻ നമുക്ക് എന്ത് കിട്ടിക്കൊണ്ടിരിക്കും. ഹൊറിസോണ്ടലിൽ മൂവ് ചെയ്യുമ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഈ എം എന്ന് പറയുന്നത് എന്ന് ബിയിലേക്ക് മൂവ് ചെയ്യുന്ന പോലെയായിട്ട് നമുക്ക് കിട്ടും. ഓരോ പ്രൊജക്ഷനും മൂവ് ചെയ്യുന്നതായിട്ട് കിട്ടും. അതേപോലെ തന്നെ ഇനി ഇവിടുന്ന് മൂവ് ചെയ്യുമ്പോൾ ബി ഡി എ എന്നുള്ള ആർക്കില് സിമിലർലി മൂവ് ചെയ്യുമ്പോൾ ഇവിടുത്തെ പ്രൊജക്ഷൻ താഴോട്ടും ഇങ്ങനെ നമുക്ക് കിട്ടും ഓരോന്നായിട്ട്. അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ എമ്മിന്റെ പൊസിഷൻ എ ടു ബിയിലേക്കായിരുന്നു മൂവ് ചെയ്യുന്നെങ്കിൽ ഇവിടുന്ന് ഈ ആർക്ക് ഇങ്ങോട്ട് വരുമ്പോൾ ഇതിന്റെ പൊസിഷൻ ബി ടു എയിലായിരിക്കും. അപ്പം നമുക്ക് അതിൽ നിന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും ദി ആക്സിലറേഷൻ ഓഫ് ദി പോയിന്റ് എം ഈസ് പ്രൊപ്പോർഷണൽ ടു ദി ഡിസ്റ്റൻസ് ഫ്രം ദി O. അപ്പൊ ഇങ്ങനെ ഒരു ഫിഗറിൽ നിന്നാണ് അവർ പ്രൂവ് ചെയ്തിരിക്കുന്നത് ഈ ആക്സിലറേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഈ ഡിസ്റ്റൻസ് അങ്ങോട്ട് കൂടുന്നതനുസരിച്ചിട്ട് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഡിസ്റ്റൻസ് കൂടുന്നതനുസരിച്ചിട്ട് അത് അതേപോലെ തന്നെ പ്രൊപ്പോർഷണൽ ആയിട്ട് കൂടുന്നതാണ്. പിന്നെ അത് എപ്പോഴും ഇങ്ങോട്ട് പോയാലും തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരാനാണ് നോക്കുന്നത്. അപ്പൊ ആൻഡ് ഇസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് O. അപ്പൊ such a motion is called simple harmonic motion. സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഡെറിവേഷൻ ചോദിക്കുകയാണ് ഈ ഫിഗർ വരച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ എഴുതാണ്. വളരെ സിമ്പിൾ ആണ്, ഒന്നുമില്ല. ആർക്ക് എ ബി സിയിൽ മൂവ് ചെയ്യുമ്പോൾ ഒരു ടി ടൈം കഴിയുമ്പോൾ ഒരു പി പോയിന്റ് കിട്ടി. അത് പ്രൊജക്ട് ചെയ്യുമ്പോൾ ഈ ഇവിടെ വരുന്നതിന് എം എന്നും ഇങ്ങോട്ട് പ്രൊജക്ട് ചെയ്യുന്ന എം ഡാഷ് എന്ന് എഴുതുന്നു. പിന്നെ ഈ ഡിസ്റ്റൻസ് എക്സ്, ഒരു തീറ്റ ഡിസ്റ്റൻസ് എക്സ് ഡാഷ്, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്ത് വെക്കുക. പിന്നെ ഈ തിയറിയിൽ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ടി കഴിയുമ്പോഴത്തേക്ക് പിയിലെത്തുന്നു, അതിന്റെ പ്രൊജക്ഷൻ എം. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഓരോ ടൈം കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഓരോ പോയിന്റ്സ് ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും ഇങ്ങോട്ടായിട്ട്. പിന്നെ തിരിച്ചു പോകുമ്പോൾ ഇങ്ങനെ ബി ഡി എന്ന് ഇങ്ങനെ അങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ നേരെ തിരിച്ച് ഇങ്ങോട്ട് പ്രൊജക്ഷൻ കിട്ടും. അപ്പൊ ഇവിടെ ആയിട്ട് വരും. അപ്പൊ ഇങ്ങോട്ട് പോകുമ്പോൾ എ ടു ബി ആണ്, ഇങ്ങോട്ട് പോകുമ്പോൾ ബി ടു എ. അതാണല്ലോ സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഇങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് വരുന്നു, ഇങ്ങോട്ട് പോകുന്നു, അങ്ങോട്ട് പോകുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും മോഷൻ. എന്നിട്ട് അത്രേ ഉള്ളൂ. ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് അങ്ങോട്ട് പോകുന്നതോറും പ്രൊപ്പോർഷണൽ ആയിട്ടായിരിക്കും പോകുന്നത്. പിന്നെ എപ്പോഴും ടുവേർഡ്സ് ഓയിലേക്കും ആയിരിക്കും. ഇതാണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയുന്നത്. O is the mean പൊസിഷൻ. ഞാൻ പറഞ്ഞ ഏത് പൊസിഷനാണോ ഇപ്പൊ ഇവിടെ വരുന്ന ഈ പൊസിഷനാണ് മെയിൻ പൊസിഷൻ എന്ന് പറയുന്നത്. അതുപോലെ ഈ എയും ബിയും ആണ് ഇതിന്റെ എക്സ്ട്രീം പൊസിഷൻ. ഇവിടം വരെ ഇത് മൂവ് ആവത്തുള്ളൂ, ഇതിന് വെളിയിലേക്ക് ഇത് പോവില്ല. ഈ കേസിൽ സ്കെയിൽ എടുത്ത് നമ്മൾ അടിക്കുന്ന കേസിൽ ഇത് മെയിൻ പൊസിഷൻ ആണ്. ഇതിന്റെ എക്സ്ട്രീം പൊസിഷൻ മുകളിലേക്കും താഴേക്കും ഇത്രേ പോകുന്നത്. ഇപ്പൊ തന്നെ നമ്മുടെ ഈ മെക്കാനിക്കലായിട്ടൊരു പിസ്റ്റന്റെ കാര്യം പറഞ്ഞിരുന്നു ഞാൻ. അങ്ങനെ അപ്പൊ ഇതായിരിക്കും എന്റെ മെയിൻ പൊസിഷൻ. അവിടുന്ന് ഇങ്ങോട്ടും വരും ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് വരെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി നിൽക്കും. അപ്പൊ ആ കാര്യങ്ങൾ ഓർത്തിരിക്കാം.
and hence the projection of particle on this horizontal member execute simple harmonic motion. ഇതിന്റെ ഈ പ്രൊജക്ഷൻ ഇവിടെ വന്നതെല്ലാം ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അതുപോലെ തന്നെ സിമിലർലി ഇത് തിരിച്ച് ഇടുമ്പോഴും നമുക്ക് കിട്ടും. അത്രയേ ഉള്ളൂ. ഇനി കുറച്ച് ടേംസ് വരുന്നുണ്ട്. സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണെങ്കിൽ നിങ്ങൾ നേരത്തെ കേട്ടിട്ടുള്ള ടേംസ് ഒക്കെ ആയിരിക്കും. ഒന്നാണ് ആംപ്ലിറ്റ്യൂഡ്. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എക്സ്ട്രീം and mean position of the particle executing simple harmonic motion. It is the maximum distance of the particle from the mean position. ഈ കേസിലാണെങ്കിൽ ഇവിടം വരെയാണ് ഇത് മാക്സിമം വരുന്നത്. അപ്പോൾ ഈ O to A ഇല്ലെങ്കിൽ O to B, OA ഇല്ലെങ്കിൽ OB ഈ ഡിസ്റ്റൻസ് ആയിരിക്കും ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അതായിരിക്കും അതിന് മാക്സിമം ചെയ്യാൻ പറ്റുന്നത്. ഈ കേസിൽ തന്നെ സ്കെയില് താഴേക്ക് മൂവ് ചെയ്യുന്ന ഇതായിരിക്കും അതിന്റെ മാക്സിമം വരുന്നത്. അല്ലെ മുകളിലേക്കും അതേപോലെ മാക്സിമം. അത്ര തന്നെയുള്ളൂ. ഇനി അടുത്തത് ഓസിലേഷൻ. ഓസിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ മോഷൻ ഓഫ് ദി പ്രൊജക്ഷൻ ഓഫ് പാർട്ടിക്കിൾ അലോങ് ദി ഡയമീറ്റർ. ഓസിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഫിഗർ നോക്കുകയാണെങ്കിൽ റെഫർ ചെയ്യുകയാണെങ്കിൽ വൺ ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ ഇത് ഈ എന്ന് ബി വരെ എത്തി ബിന്ന് തിരിച്ച് എ വരെ എത്തുന്ന ഒരു കംപ്ലീറ്റ് ഇതിനെയാണ് നമ്മൾ ഒരു ഓസിലേഷൻ എന്ന് പറയുന്നത്. അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വരണം, അതാണ് ഓസിലേഷൻ. പിന്നെ പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓസിലേഷന് വേണ്ടി എടുത്ത ടൈം. എന്ന് ബിയിലെത്തി ബിന്ന് എയിലേക്ക് തിരിച്ചു വരാൻ എടുത്ത ടൈമിനെയാണ് പീരീഡ് എന്ന് പറയുന്നത്. അപ്പൊ ആംപ്ലിറ്റ്യൂഡ് പിന്നെ മാക്സിമം ഡിസ്റ്റൻസ്. ഇപ്പൊ ഈ ഒരു കേസ് തന്നെ എടുക്കാം. നമ്മൾ ഒരു ഡെസ്കിന്റെ പുറത്ത് സൈഡിലായിട്ടൊരു സ്റ്റീലിന്റെ സ്കെയിൽ വെക്കുന്നു, അടിക്കുന്നു. അപ്പൊ അതിങ്ങനെ കിടന്ന് വൈബ്രേറ്റ് ചെയ്യുന്നു, ഇങ്ങോട്ട് മുകളിലേക്ക് പോകും. ഈ ഡിസ്റ്റൻസ് ആണ്, ഈ മാക്സിമം ഈ ഡിസ്റ്റൻസ് ആണ് എന്ത് ആംപ്ലിറ്റ്യൂഡ്. ഈ കേസിലെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ആംപ്ലിറ്റ്യൂഡ് ഇതും അതേപോലെ തന്നെ. ഓസിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടുന്ന് ഇവിടം വരെ പോയി ഇവിടം വരെ ഒരു സർക്കിൾ ഫുള്ളായിട്ട് എടുത്ത ടൈമാണ്. അല്ല, ടൈം അല്ല, ആ ജസ്റ്റ് ആ പ്രോസസ്സിനെയാണ് ഓസിലേഷൻ എന്ന് പറയുന്നത്. ആ മോഷനെയാണ് പറയുന്നത്. ഇവിടുന്ന് പോയി ഇവിടെ നിന്ന് ഇവിടെ വന്നു. ഇനി പീരിയഡ് എന്ന് പറഞ്ഞാല് ഇവിടുന്ന് ഇവിടെ വന്ന് ഇവിടെ വരാൻ തിരിച്ചെടുത്ത ടൈമാണ് ഓസിലേഷൻ. അത് സാധാരണ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ടി സഫിക്സ് പി. ഇനി ഇതിന്റെ കുറച്ച് ഡെറിവേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. സിമ്പിൾ ഇക്വേഷൻസ് ആണ്, ഒന്നുമില്ല, നമ്മൾ നേരത്തെ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ. നമുക്കറിയാം തീറ്റ ഈക്വൽ ടു ഒമേഗ ഇൻറ്റു ടി. ഒന്നുമില്ല, നിങ്ങൾ ആരെങ്കിലും മറന്നു പോയിട്ടുണ്ട്, ഇത്ര ഓർത്താൽ മതി. നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഡിസ്പ്ലേസ്മെന്റിന് പകരം നമ്മൾ പഠിക്കുന്ന എല്ലാം എന്താണ്, ഇതാണ് ഡൈനാമിക്സ് ആണ് പഠിക്കുന്നത്. അപ്പൊ റൊട്ടേഷൻ ആണ് പഠിക്കുന്നത്. റൊട്ടേഷൻ ആണ് ഈ പോർഷനിൽ പഠിക്കുന്നത്. റൊട്ടേഷൻ ആയതുകൊണ്ട് തന്നെ ഇവിടെ തീറ്റയും ഒമേഗ ടിയും വന്നു, അത്രേ ഉള്ളൂ. അപ്പൊ തീറ്റ ഈക്വൽ ടു ഒമേഗ ഇൻറ്റു ടി അതാണ് കിട്ടിയിരിക്കുന്നത്. ആ ഇക്വേഷൻ നമ്മൾ നേരത്തെ അറിയാവുന്ന ഇക്വേഷനാണ്. ഇനി ഒരു കംപ്ലീറ്റ് ഓസിലേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്കറിയാം, ഈ ഫിഗർ വെച്ചിട്ട് തന്നെ നമ്മുടെ പ്രീവിയസ് ഫിഗർ എടുക്കുകയാണെങ്കിൽ കാണാം, ഈ കംപ്ലീറ്റ് ഓസിലേഷൻ എന്ന് പറയുമ്പോൾ ഈ എന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ കറങ്ങി ഇവിടം വരെ വരണം, തിരിച്ചേ വരെ. അപ്പൊ ഇത് ഫുൾ കറങ്ങണമെങ്കിൽ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ടുണ്ട്? തീറ്റ എന്ന് പറയുന്നത് 2π അല്ലേ, നമുക്കറിയാം 2π ആണ് തീറ്റ. അപ്പൊ തീറ്റ 2π ആണ്, കംപ്ലീറ്റ് റൊട്ടേഷൻ കൊണ്ട് 2π. പിന്നെ ആ 2π ഫുൾ കറങ്ങാൻ എടുക്കുന്ന ആ സമയത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പീരീഡ് എന്ന് പറയുന്നത്. അപ്പൊ ടിക്ക് ആയിരുന്നു നമുക്ക് TP എന്ന് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ 2π ഈക്വൽ ടു ഒമേഗ ഇൻറ്റു TP എന്ന് എഴുതാം. അതിൽ നമുക്ക് TPക്ക് ഒരു ഇക്വേഷൻ കിട്ടും, Tπ ബൈ ഒമേഗ. ഇത്രയേ ഉള്ളൂ. ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ. ഇത് ഓർത്തിരിക്കണം, ഇതാണ് ഒരു ഇക്വേഷൻ. അതുപോലെ തന്നെ ഡിസ്പ്ലേസ്മെന്റ് അടുത്തൊരു സാധനമാണ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് M ഫ്രം ദി മീൻ പൊസിഷൻ.
മീൻ പൊസിഷനിൽ നിന്ന് ഉള്ള ഡിസ്റ്റൻസ് എത്ര ആണെന്നുള്ള കണ്ടുപിടിക്കും. അതൊന്നുമില്ല, മെയിൻ പൊസിഷനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഇതാണ്. ഇപ്പൊ എമ്മിന് മെയിൻ പൊസിഷനിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് ആണ് മെയിൻ പൊസിഷനിൽ നിന്നുള്ള ഡിസ്റ്റൻസ്. ഈ ഒ എം എന്ന് പറയുന്നതാണ് മെയിൻ പൊസിഷനിൽ നിന്നുള്ള ഡിസ്റ്റൻസ്. അത് ഇപ്പൊ ഈ കേസിൽ ഇതിപ്പോ നമുക്കറിയാം, ഇത് എന്താ ആർ ആണ് റേഡിയസ്, ഇത് ആറാണ് റേഡിയസ്, ഇത് തീറ്റയാണ്. അങ്ങനെയാണെങ്കിൽ എക്സ് എന്തായിരിക്കും നിങ്ങൾക്ക് അറിയാം, ആർ കോസ് തീറ്റ. അത്രേ ഉള്ളൂ. അപ്പൊ ഇവിടുത്തെ എക്സ് എന്ന് പറയുന്നത് ആർ കോസ് തീറ്റയാണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആർ കോസ് തീറ്റ. അപ്പൊ തീറ്റയ്ക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കുന്നു, ഒമേഗ ടി കൊടുക്കുന്നു. അത്രേ ഉള്ളൂ. ഇവിടെ എക്സ് ഈസ് ഈക്വൽ ടു ഒ പി കോസ് തീറ്റ എന്ന് വരും. ഒ പി എന്ന് പറഞ്ഞാൽ ആർ, അതുപോലെ തന്നെ തീറ്റയ്ക്ക് പകരം ഒമേഗ ടിയും കൊടുക്കും. അപ്പൊ ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. അപ്പൊ ഇതും ഓർത്തിരുന്നതാണ്. അത് ഓർത്താണ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എം ഫ്രം മെയിൻ പൊസിഷൻ. മെയിൻ പൊസിഷനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ്. ഇനി വെലോസിറ്റി കിട്ടാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, നമുക്കിപ്പോ ഈ ഡിസ്റ്റൻസിനെ ഒന്ന് ഡെറിവേറ്റീവ് എടുത്താൽ മതി വെലോസിറ്റി കിട്ടാൻ വേണ്ടി. വി ഈക്വൽ ടു ഡി എക്സ് ബൈ ഡി ടി. അപ്പൊ ഇത് നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ മൈനസ് ആർ ഒമേഗ സൈൻ ഒമേഗ ടി എന്ന് കിട്ടും. നെഗറ്റീവ് ടൈം വന്നത് വെൻ ടൈം ഇൻക്രീസസ് ഡിസ്പ്ലേസ്മെന്റ് ഡിക്രീസസ് ആയതുകൊണ്ടാണ്. നിങ്ങൾക്കറിയാം, ഇതിപ്പോ അങ്ങോട്ട് പോയി തിരിച്ച് ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ ഡിസ്റ്റൻസ് ടൈം കൂടുന്നതനുസരിച്ച് ഡിസ്റ്റൻസ് കുറയും. അപ്പൊ അതുകൊണ്ടാണ് നെഗറ്റീവ് വന്നത്. നെഗറ്റീവ് കാര്യമായിട്ട് എടുക്കണ്ട. അപ്പൊ ഇവിടെ മാഗ്നിറ്റ്യൂഡ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ആർ സൈൻ ഒമേഗ ടി ആണ്. അത് ജസ്റ്റ് ഡെറിവേറ്റീവ് എടുത്താണ്. പിന്നെ ഇതിനെ വേണേൽ നമുക്ക് ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഒമേഗ ടി എപ്പോൾ വേണമെങ്കിലും തീറ്റ ആയിട്ട് യൂസ് ചെയ്യാം. നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ അനുസരിച്ചിട്ട് മാറാം. അപ്പൊ ഏതെങ്കിലും ഒരു ഇക്വേഷൻ പഠിച്ചു വെക്കുക. അപ്പൊ ഈ ടി പി വേണം, എക്സ് വേണം, വിയുടെ ഇക്വേഷനും ഓർത്തിരിക്കാം. പിന്നെ വിയുടെ ഇക്വേഷൻ ഒന്നുകൂടെ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് തീറ്റ ഒക്കെ വന്നിട്ട് ഈ ഇക്വേഷൻ മെയിൻ ആയിട്ട് നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. വി ഈക്വൽ ടു ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ആർ എന്ന് പറഞ്ഞാൽ റേഡിയസ്, പിന്നെ റേഡിയസ് ഇല്ലെങ്കിൽ മാക്സിമം ഡിസ്റ്റൻസ് ആണ്. പിന്നെ ആർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആംപ്ലിറ്റ്യൂഡ് ആണ് വരുന്നത്. ശരിക്കും ആർ ആംപ്ലിറ്റ്യൂഡ് വരും. അതുപോലെ ഒമേഗ എന്ന് പറഞ്ഞാൽ ആംഗുലർ വെലോസിറ്റി. പിന്നെ എക്സ് എന്ന് പറയുന്നത് എവിടം വരെയാണോ ഡിസ്റ്റൻസ് പോയത്, ഈ സാധനമാണ് എക്സ്. ഇനി ആക്സിലറേഷൻ എന്ന് പറയുന്നത് എ ഈക്വൽ ടു ഡി വി ബൈ ഡി ടി. നമുക്കറിയാം ആ ഡി വി ബൈ ഡി ടിയെ നമ്മളെ വിയുടെ ഇക്വേഷൻ ഇവിടെ ഉണ്ട്, അതിങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, വീണ്ടും ഒന്ന് ഡെറിവേറ്റ് ചെയ്തു. അപ്പോഴും നമുക്ക് കിട്ടി എ ഈക്വൽ ടു ഒമേഗ സ്ക്വയർ എക്സ്. ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കണം, ഇക്വേഷൻ ഓർത്തിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി ഒരു അടുത്ത കേസിന്റെ ഒന്നും എടുത്തിരിക്കുകയാണ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ ഇത് അതേപോലുള്ള ഡെറിവേഷൻ ആണ്. പക്ഷെ ഇനി ഒരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്, it should be noted that the expression for displacement is x equal to r sin theta is to be used when the time of motion is measured from the mean position. Mean position ആണെങ്കിലാണ് ഈ ഇക്വേഷൻ യൂസ് ചെയ്യണം. ഏത്, x is equal to r omega t. അതേപോലെ തന്നെ x is equal to r cos theta should be used when the time of motion is measured from the extreme position. Extreme position നിന്നാണ് r cos t യൂസ് ചെയ്യണം. ഇത്രയും രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കുക. അപ്പൊ ഈ രണ്ട് ഇക്വേഷൻ ഓർത്തിരിക്കുക. ഒന്ന് മെയിൻ പൊസിഷനിൽ നിന്നാണ്, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തരും. നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. മെയിൻ പൊസിഷനിൽ നിന്നാണെങ്കിൽ എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി എക്സ് ഈക്വൽ ടു ആർ സൈൻ ഒമേഗ ടി യൂസ് ചെയ്യുക. ഇത് മെയിൻ പൊസിഷനിൽ നിന്നുള്ളതാണ്. മെയിൻ പൊസിഷനിൽ നിന്നുള്ളതാണ്. മെയിൻ പൊസിഷൻ എന്ന് പറഞ്ഞാൽ സെൻട്രൽ പോർഷൻ, സെൻട്രൽ പോയിന്റ്. ഇതാണ് മെയിൻ പൊസിഷൻ. എക്സ്ട്രീം പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് പൊസിഷനാണ് എക്സ്ട്രീം പൊസിഷൻ. എക്സ്ട്രീം പൊസിഷനിൽ നിന്നാണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എക്സ് ഈക്വൽ ടു ആർ കോസ് ഒമേഗ ടി. ആ ഇക്വേഷൻ വേണം യൂസ് ചെയ്യാൻ. ബാക്കി
നിങ്ങളുടെ രണ്ട് ഇക്വേഷൻ സെയിം തന്നെയാണ്. ഏതാ? വി ഈക്വൽ ടു നമ്മുടെ ഈ ഇക്വേഷൻ വി ഈക്വൽ ടു ഒമേഗ റൂട്ട് ഓഫ് ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയറും അതുപോലെ എ ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ മൈനസ് എക്സ്. അങ്ങനെ 3 ഇക്വേഷൻസ് ആണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇതിന്റെ പ്രോബ്ലം ഞാൻ അടുത്ത വീഡിയോസിൽ പറയാം. ഓക്കെ, താങ്ക് യു.